ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ നാളായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വ്ളോഗൊക്കെ ചെയ്തിട്ട്. സോ ഞങ്ങൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയി എഴുന്നേറ്റിട്ട്, ഇപ്പോൾ എനിക്കിന്ന് ഓഫാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ആമോസ് മാത്രമേ ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ നമുക്കിനി ഫുഡും കഴിക്കാൻ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഡേ എങ്ങനെയാണെന്ന് നോക്കിയാലോ. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമുക്ക് വീഡിയോയിലോട്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ആമുട്ടൻ എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാനൊന്ന് എഴുന്നേറ്റപ്പോഴത്തേക്കും ആളെ എഴുന്നേറ്റു. ഇനി ആളെ എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ഒരു കളിയും ചിരിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ഡേ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആമുട്ടൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചിട്ടാണ് കേട്ടോ രാവിലെ. അല്ലെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് റെഡി ആവലൊക്കെ ആവും. കുഞ്ഞിളപ്പാട്ടിന്റെ കൂട്ടുകാരി മിന്നിത്തിളങ്ങുമെൻ പൊന്നിൻ കിനാക്കൾക്ക് നിന്നെയാണോ മലേറെ ഇഷ്ടം. അങ്ങനെ ഈ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനും ആമുട്ടനും എഴുന്നേറ്റു. അപ്പോഴേക്കും മമ്മിയും പിക്കും എല്ലാ ദിവസവും നടക്കാൻ പോട്ടോ. അങ്ങനെ അവർ നടക്കാനൊക്കെ ഒരു റൗണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആമുട്ടൻ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. മമ്മി പറഞ്ഞു ഞാൻ ആമുട്ടന് ഒരു റൗണ്ട് നടക്കാൻ കൊണ്ടുപോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ സ്കൂൾ ബസ്സും വണ്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 8:30-9 മണി ആവാറായിട്ടുണ്ടായിരുന്നു. ഇവിടെ 7:30 ആകുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ പോയി തുടങ്ങും. അപ്പോൾ അതിന് വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല വഴിയിൽ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് കേട്ടോ കൊണ്ടുപോകാറ്. അങ്ങനെ ഈ ആമുട്ടനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചെടികളിൽ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തൊരു ഡേ ആണ്. ജസ്റ്റ് എനിക്കൊന്ന് പുറത്ത് പോകണമെന്നൊരു പ്ലാൻ ഉണ്ട്. പറ്റുകയാണെങ്കിൽ ഒന്ന് പോകണം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ ഡേ. അങ്ങനെ കുറച്ച് നേരം പൂപ്പൂൻ്റെ അടുത്ത് പോയിട്ട് രാവിലെ സംസാരിച്ചു കുറച്ച് നേരം നിന്നു കേട്ടോ. കാരണം പൂപ്പൂനൊന്നും കളിപ്പിക്കുമ്പോൾ നേരം കിട്ടാറില്ല. ഡ്യൂട്ടിയും ഉണ്ണിയും ഒക്കെ ഉള്ള കാരണം ഫുൾ തിരക്കാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള കോഴികളായിട്ട് 2 നമ്മൾ പുതിയത് വാങ്ങിയതാണ്. മുട്ടയിടുന്ന കോഴികളാണ് കേട്ടോ. എല്ലാ കോഴികളും മുട്ടയിടും, അതല്ല ഇത് ഡെയിലി മുട്ടയിടാറുണ്ട്. അപ്പോൾ 2 മാത്രമേ നമ്മൾ വളർത്തുന്നുള്ളൂ, മുട്ടയ്ക്ക് വേണ്ടി മാത്രം. അപ്പോഴേക്കും മമ്മി രാവിലത്തെ തുണിയൊക്കെ വിരിച്ചിടാൻ പറഞ്ഞു. അപ്പോൾ തുണിയൊക്കെ വിരിച്ചിട്ടു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. മമ്മി ഇന്നെന്താ ഫുഡ്? അപ്പം മുട്ടക്കറി. നമുക്ക് മുട്ടയില്ല കേട്ടോ, നമുക്ക് നോയമ്പായിരുന്നു. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ അപ്പവും അതുപോലെ തന്നെ ഒരു മസാലക്കറി ആയിരുന്നു. നേരത്തെ മമ്മി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് നോമ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ പറയുക, മുട്ട ഇവർ കൂട്ടില്ല, ഞാൻ കഴിക്കാറുണ്ട്, എനിക്ക് നോമ്പില്ലല്ലോ. അങ്ങനെ പക്ഷേ ഇന്ന് ഞാൻ മുട്ട കഴിച്ചില്ല കേട്ടോ. അതായത് ജസ്റ്റ് ഈ മസാലക്കറിയും അപ്പമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കഴിച്ചിട്ട് വെയിലാവണേക്കാളും മുമ്പ് ജസ്റ്റ് ടൗണിൽ പോയി കുറേ അലഞ്ഞിരിഞ്ഞ് നടക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ബുക്ക് 2-3 സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചെന്ന് റെഡിയായി. ആമുട്ടനെയും കൂടെ കൊണ്ടുപോകണ്ടിട്ടോ, വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അത് തന്നെ ആമുട്ടനെയും കൊണ്ടുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതാണ്, കുറുക്കും ഫ്രൂട്ട്സും വെള്ളമൊക്കെ. പക്ഷേ എന്ത് പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സൊന്നും ഇത്രയൊന്നും തിന്നില്ല കേട്ടോ. 1-2 ഓറഞ്ചിൻ്റെ അല്ലികൾ കഴിക്കും. ബാക്കി ഞാൻ എനിക്കും കൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ആമുട്ടൻ പോകാൻ റെഡിയായിട്ട് ആമുട്ടൻ്റെ കളികൾ തുടങ്ങിയപ്പോൾ ഞാൻ ബാക്കിയുള്ളത് റെഡി ആവട്ടെ എന്ന് വിചാരിച്ച സമയം കൊണ്ട് കുറച്ച് ആമുട്ടൻ്റെ കൂടെ കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഉച്ചയാകുമ്പോഴേക്കും വരാമെന്നുള്ള പ്ലാനിലാണ് ഇറങ്ങണത് കേട്ടോ. അങ്ങനെ ഞാൻ ആംബൂസിനൊരു സുന്ദരിപ്പൊട്ടൊക്കെ കുത്തി കൊടുത്തു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ്. എനിക്ക് കുറച്ച് ബുക്ക് വാങ്ങാനുണ്ട്, അതുപോലെ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്കിനി ടൗണിൽ പോയിട്ട് കാണാം. ആദ്യം തന്നെ മമ്മിക്ക് ഡെയിലി യൂസിന് കുറച്ച് ചെരുപ്പ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് ആ ചെരുപ്പ് വാങ്ങാനായിട്ട് പോയിട്ട് അവിടെ കുറേ ചെരുപ്പുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇഷ്ടപ്പെടാറില്ല. പിന്നെ ഡെയിലി യൂസിന് പറ്റിയ ചെരുപ്പുകളൊക്കെ ഉണ്ട്, അല്ലാണ്ട് നല്ല ചെരുപ്പുകളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്കൊരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടു. ഇതിന് എക്സ്ട്രാ 399 499 കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ വൈറ്റ് ചെരുപ്പ്. ഇടുമൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു ആഗ്രഹപ്രകാരം വാങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ നേരെ സെലക്സിൽ പോയി ടുലിപ്സിൽ പോയിട്ട് മമ്മിക്കും ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു, എനിക്ക് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ എനിക്കൊരു സ്പാ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാമെന്നുണ്ട്. പക്ഷേ സ്പായൊന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ത്രെഡ് മാത്രം ചെയ്തിട്ട് ഇറങ്ങി. അപ്പോൾ വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് പപ്പയ്ക്ക് വേറെ എവിടേക്ക് പോകണം. അപ്പം എല്ലാവരും ഒരുമിച്ച് വന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ത്രെഡ് ചെയ്ത് സെറ്റായോ എങ്ങനെയായി റെഡിയായി ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ പോകാമെന്നുള്ള പ്ലാൻ മാറ്റി. ഉച്ചയായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ലഞ്ച് കഴിക്കാമെന്ന്. അപ്പോൾ എല്ലാവർക്കും നോമ്പായതുകൊണ്ട് തന്നെ അമ്മ വീട് എന്ന് പറഞ്ഞൊരു കടയുണ്ട് കേട്ടോ നമ്മുടെ പുത്തമ്പള്ളിയുടെ അടുത്ത്, നമ്മുടെ അപ്പങ്ങാടിയിലൊക്കെ പോണ വഴിയിൽ. അപ്പോൾ ആ കടയിലേക്കാണ് നമ്മൾ പോണത്. ഇതാണ് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം വെള്ളയപ്പങ്ങാടി. അപ്പോൾ ഇവിടെ വെള്ളയപ്പം, അച്ചപ്പം, കോഴപ്പം ഇങ്ങനെ വഴിയരികിൽ ചേച്ചിമാർ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ആദ്യം സ്ഥിരം വാങ്ങായിരുന്നു, ഇപ്പം അങ്ങനെ വാങ്ങാറൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ വെള്ളയപ്പത്തിൽ കിടിലൻ ടേസ്റ്റാണ് മുമ്പൊക്കെ. ഇപ്പം ഞാൻ കഴിച്ചിട്ട് കുറേ നാളായി. അങ്ങനെ അതേണ്ടത് നമ്മുടെ ഈ വീട്ടിൽ ഊണുന്നുള്ള കടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ കിട്ടുക. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾ എപ്പോഴും ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബിരിയാണി കഴിക്കാമെന്ന്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിക്കാമെന്നുള്ള പദ്ധതിയിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഊണാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മമ്മി അറിയാണ്ട് മീൻകറി ചോറിൽ മിക്സായിപ്പോയി. അപ്പോൾ അതാരണം പിന്നെ ഞാൻ ബിരിയാണി ക്യാൻസൽ ചെയ്തിട്ട് ആ ചോറ് ഞാൻ കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി നാടൻ മീൻകറി ഉണ്ടായിരുന്നു, നല്ല അടിപൊളി പയറുപ്പേരി ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഫുഡ്. അങ്ങനെ വയറ് നിറയെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ എൻ്റെ ബുക്ക് തേടി പോലെ തുടങ്ങിയിട്ടില്ല, അത് 1.5 പോക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ആദ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താ പറയുക ബുക്ക് അന്വേഷിച്ച് പോകാമെന്നുള്ള ഇതിൽ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ അടിപൊളി കറി, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ വാഴച്ചുണ്ട്. നിങ്ങളുടെ നാട്ടിൽ അതിന് എന്താ പറയുകയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ വാഴച്ചുണ്ട് എന്നാണ് പറയുന്നത്. വാഴച്ചുണ്ടും ഉണക്കപ്പയറുമാണ്. ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ബീഫ് റോസ്റ്റ് വാങ്ങി, ബാക്കിയെല്ലാം വെജല്ല. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ഫൈനലി നമ്മുടെ ബുക്ക് കിട്ടി. വാങ്ങാനുണ്ടായിരുന്നു ഗൈസ്, കുറേ കടയിൽ തപ്പി ഇറങ്ങി അവസാനമാണ് ബുക്ക് കിട്ടിയത്. അങ്ങനെ ബുക്ക് ഫൈനലി കിട്ടിയിട്ടുണ്ട്. DC ബുക്സിൻ്റെ അവിടെ നിന്നാട്ടോ നമുക്ക് ബുക്സ് കിട്ടിയത്. അങ്ങനെ ബുക്കെല്ലാം വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഞാൻ പട്ടിക്കാട് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ വ്ളോഗ് കാണുന്നവരാണെങ്കിൽ അവർക്കോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ചേച്ചിയാണ് കേട്ടോ ഡിനില എന്ന് പറഞ്ഞ ചേച്ചിയാണ് എനിക്ക് ഡ്രസ്സുകൾ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നത് തയ്ച്ച് തരിക. അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിൽ വന്നു. നമ്മുടെ ഗപ്പിക്കുന്ന തീറ്റയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വീടിൻ്റെ പുറത്തൊരു ഗപ്പീനെ ഇട്ടിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ആമ്പലുകൾ പപ്പയുടെ ഒരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ, അതിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന് തീറ്റയൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് രാവിലെ ചെടി നനയ്ക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ മമ്മി പറഞ്ഞു വേഗം ചെടി നനയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ ചെടികളും ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ വർക്ക്ഷോപ്പിൽ വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ വേറെ 2-3 വണ്ടികൾ വർക്ക് ചെയ്യിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റാക്കുകയാണ്. അപ്പോഴേക്ക് ഞാൻ ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് റൗണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് ചൂടൊന്നുമില്ല, വയർക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുടിയൊന്നും ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആമുട്ടനെ വൈകുന്നേരം കുളിപ്പിക്കാനായിട്ട് ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആമുട്ടനെ കുളിപ്പിക്കണം. വൈകുന്നേരം ഞാനൊരു 6 മണി 7 മണിക്കുള്ളിൽ എന്തായാലും കുളിപ്പിക്കും. ലേറ്റായി കുളിപ്പിച്ച് ആകുമ്പോൾ നന്നായിട്ട് ഉറങ്ങുമെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് ഒരു 7 മണി ടൈമിലാണ് കുളിപ്പിക്കുക. അപ്പോൾ അതേ ഞാൻ കുളിപ്പിക്കുന്ന നേരത്തെ നമ്മുടെ ആമുട്ടനെ ഞാൻ ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു സംഭവം എന്തോ വാങ്ങിയതിൻ്റെ ഒരു ഇതാണ്, അത് വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കുകയാണ്. അപ്പം ഞാനത് മേടിക്കാൻ പോണേനാണ് ആൾ പറയണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആമുട്ടൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാനും ആമുട്ടനും ഇപ്പോൾ തൊട്ട് എല്ലാ ദിവസവും നിലത്താണ് കിടക്കാറ്. ആമുട്ടൻ ഇങ്ങനെ ഉരുണ്ട് നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നിലത്ത് ബെഡ് വിരിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ നിലത്താണ് കിടക്കുക. മറ്റേ ബെഡിൽ ഡേ ടൈമിൽ ഞങ്ങൾ ഉറങ്ങാണ്ടിരിക്കുമ്പോൾ മാത്രമേ കിടക്കാറുള്ളൂ.
പിന്നെ ഞാനിന്ന് വരുന്ന വഴിക്ക് ദാമുട്ടിനൊരു കുട വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കുടയാണ്. എൻ്റെ ചെവിയൊക്കെയുള്ള റെഡ് കുട വാങ്ങി. ആ കുട ഞാൻ കുറച്ചും കൂടി അടുത്തായിട്ട് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒരു രസത്തിന്, ആമുട്ട യൂസ് ചെയ്യൊന്നുമില്ല, എന്നാലും ഒരു രസത്തിന് വേണ്ടി. പിന്നെ ആമുട്ടൻ്റെ വൈകുന്നേരത്തെ കളികൾ, പരിപാടികൾ, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് പ്രാർത്ഥിക്കാൻ പോവാണ്. അങ്ങനെ അതേ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പിന്നെ വൈകുന്നേരം വന്നിട്ട് ഫുഡൊന്നും ഉണ്ടാക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ നമ്മൾ ലാലിസിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ എടുത്ത്, ഷോർട്ട് വീഡിയോ ആയിട്ട് വേറെ ഒരു വീഡിയോ ഷോർട്ടായിട്ട് ഇടാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഷോർട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ പനീർ ബട്ടർ മസാല, ബട്ടർ നാൻ, അതുപോലെ തന്നെ പൊറോട്ടയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നോമ്പായതുകൊണ്ട് ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ പനീർ ബട്ടർ മസാല എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡേയുടെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും കാണുന്നത്.